ഏവർക്കും എൻ്റെ വിനയ നമസ്കാരം. കൊല്ലുന്നതങ്കൽ വരിൽ പ്രിയമാം അല്ലീ വിധി ആർക്ക് ഹിതപ്രദമാം, ചൊല്ലേണ്ടത് ധർമ്മ്യം ഇതാരിലും ഒത്തല്ലേ മരുവേണ്ടത് സൂര്യകളെ. വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലെ ഏതാനും ഭാഗങ്ങളാണിത്. ഗുരുദേവൻ ഈ കൃതിയിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം, കൊല്ലപ്പെടുക എന്നുള്ളത് അവനവന് സംഭവിക്കുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരും എന്നാണ് ഗുരുദേവൻ ചോദിക്കുന്നത്. ബുദ്ധിജീവികളെ, ഈ ധർമ്മ നിയമമല്ലേ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് ഗുരുദേവൻ നമ്മളോട് ചോദിക്കുന്നത്. ഇന്ന് ഓരോ രാജ്യത്തിൻ്റെയും ഭരണാധികാരികളായി മാറുന്നവർ നല്ല അറിവും വിദ്യാഭ്യാസവും രാഷ്ട്രതന്ത്രജ്ഞന്മാരുമാണ്. ഈ അറിവും വിദ്യാഭ്യാസം നേടി രാഷ്ട്രതന്ത്രജ്ഞന്മാരാകുന്ന ലോക നേതാക്കൾ വിശ്വഗുരുവിൻ്റെ ദർശനങ്ങൾ അറിഞ്ഞിരുന്നെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ്. ലോകത്തിന് നെറുകയിൽ നിന്നെത്തിരിക്കുന്ന രാഷ്ട്രത്തലവന്മാർ, രാജ്യങ്ങൾ, ലോക പോലീസ് എന്ന് അഭിമാനിക്കുന്നവർ, സമ്പത്തും സൈനിക ശക്തിയും കൂടുമ്പോൾ അത് മറ്റ് രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തുവാനോ മറ്റ് രാഷ്ട്രങ്ങളിൽ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒക്കെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, കൊല്ലപ്പെടുക എന്നുള്ളത് അവനവന് സംഭവിക്കുവാൻ ഈ രാഷ്ട്രത്തലവന്മാർക്ക് പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതേ ജീവൻ തന്നെയല്ലേ മറ്റുള്ളവരിലുമെന്നും അറിയുവാൻ, ചിന്തിക്കുവാൻ ഈ രാഷ്ട്രത്തലവന്മാർക്ക് കഴിയണ്ടേ? സമ്പത്തും അധികാരങ്ങളും ഉണ്ടായി സൈനിക ബലവുമൊക്കെ ഉണ്ടാകുമ്പോൾ തനിക്ക് നോബൽ സമ്മാനം വേണമെന്ന്, സമാധാനത്തിന് നോബൽ സമ്മാനം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ലോകത്ത് സമാധാനം കൊടുക്കുവാൻ കഴിയണം. രാഷ്ട്രങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രങ്ങളോ അല്ലാതെ വ്യക്തികളോ തമ്മിൽ തീവ്രവാദമോ വഴക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരിലെ ആ നന്മയെ പുറത്തു കൊണ്ടുവരുവാൻ, അവരിലേക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് രാഷ്ട്ര നേതാക്കന്മാർ ലോകത്തിന് നന്മകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, നമ്മുടെ ലോകത്തിലെ രാഷ്ട്ര നേതാക്കന്മാർ, ലോക പോലീസിന് പോയി ആഗ്രഹിക്കുന്ന ആളുകൾ, ആ രാഷ്ട്രത്തലവന്മാരെല്ലാം ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളൊന്ന് കാണുവാൻ, ദർശനങ്ങൾ മനസ്സിലാക്കുവാനും ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ്. അറിവുള്ളവരെ, പ്രിയപ്പെട്ട ബുദ്ധിജീവികളെ, കഴിയുമെങ്കിൽ ഗുരുവിൻ്റെ കൃതികൾ മനസ്സിലാക്കുവാനും ഇതിലെ സന്ദേശം ഈ രാഷ്ട്രത്തലവന്മാരുടെ ശ്രദ്ധയിലെത്തിക്കുവാനും ഒന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അറിയാതെ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഒരിക്കൽ കൂടി ഏതാനും ആ വരികൾ മാത്രം ഞാനൊന്ന് പറയുകയാണ്. കൊല്ലുന്നതങ്കൽ വരിൽ പ്രിയമാം മല്ലീ വിധിയാർക്ക് ഹിതപ്രദമാം, ചൊല്ലേണ്ടത് ധർമ്മ്യമിതാരിലും ഒത്തല്ലേ മരുവേണ്ടത് സൂര്യകളെ. പ്രിയപ്പെട്ട ബുദ്ധിജീവികളെ, നമ്മുടെ നാട്ടിലും ലോകത്തുമൊക്കെ അറിവുള്ള ഒട്ടേറെ ആളുകളുണ്ട്. ആ ലോകത്തിലെ എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും ലോകത്ത് സമാധാനം കൊണ്ടുവരുവാൻ അധികാരവും പവറും കിട്ടുമ്പോൾ അത് കൊലപാതകത്തിനോ അല്ലെങ്കിൽ യുദ്ധത്തിനോ ഉള്ളതല്ലതാ എന്ന് ചിന്ത മനുഷ്യ മനസ്സിലേക്ക്, രാഷ്ട്രത്തലവൻ മനസ്സിലേക്ക് കൊടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി.